വാട്ട് എ മാൻ. എന്റെ ഡാഡ് ഇതാ പണിയെടുക്കും. ഞാനേ എന്നെ പോലെ ഇതുപോലെ തിന്നുകൊണ്ട് നടന്നിരുന്നുണ്ടല്ലേ, നീ ഒന്നും ഇത്ര തടി വെക്കൂലായിരുന്നു. ഓ തക്ക് തക്ക് തക്ക ഓരോ അച്ഛന്മാരെയും അധ്വാനത്തിന്റെ വേർപ്പാണല്ലോ മക്കളെ തടി. ആ തടി വെട്ടി നല്ല പാളിഷ് ചെയ്ത് അലമാന ഉണ്ടാക്കണ ചില അപ്പന്മാരുണ്ട്. ഭാഗ്യവശായി എന്റെ അപ്പ അങ്ങനത്തെ ഒരാളാണ്. അല്ല ഞാൻ കാര്യം കിട്ടും. ഞാൻ ഒരുപാട് മാക്സിമരെ കണ്ടിട്ടുണ്ട്. അവരെയൊക്കെ ദേഹത്ത് കുറച്ച് അധ്വാനിച്ചതിന്റെ വിയർപ്പും കുറച്ച് അഴുക്കും ഗ്രീസും പൊടിയൊക്കെ കാണും. നിങ്ങളവിടെ ഈ മറ്റേ റൊമാൻറ്റിക് ഹീറോസിനെ പോലെ നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ട് നിന്ന് ഒരു അഴുക്ക് നിങ്ങളെ ദേഹത്ത് എന്തൊക്കെ നിങ്ങൾ പഠിക്കണുണ്ടോ? അതാണ് നിനക്ക് തെറ്റി പറ്റിപ്പോയി. എടാ നല്ല മാച്ചിന്മാരെ ശരീരത്തെ അഴുക്കോ ഗ്രീസോ ഒന്നും ആവൂല. ഈ ഒന്നും അറിഞ്ഞുകൂടാത്ത മാച്ചിന്മാരാണ് ഉള്ള ഗ്രീസും അഴുക്കും ഒക്കെ വലിപ്പേരെ തേച്ചിട്ടുണ്ട് നടക്കുന്നത്. എന്നുവെച്ചാൽ അവൻ വലിയ പണിക്കാരെന്ന് അറിയിക്കാൻ വേണ്ടി കേട്ടാ. ഞാൻ ഒരു കാര്യം കിട്ടും. ഇതെന്തൂടെ തുളച്ചു വൃത്തിയാക്കി എന്തോ നീ എടാ ഇന്നത്തെ ദിവസം എന്താണെന്ന് നിനക്കറിഞ്ഞൂടല്ലേ? എല്ലാരും ഭയങ്കര പണിയെടുക്കണം. എന്നാ ഇന്നത്തെ ദിവസം എന്തിനാണെന്നുള്ളത് നീ അറിഞ്ഞിരിക്കേണ്ടതാണ്. എന്തെന്ന് പറയില്ല, എന്തെന്ന് അറിയില്ലേ? എന്താണെന്ന് ആലോചിച്ച് ചുമ്മാ തിന്നോട്ട് നടന്നാ പോരാ. ഇന്നത്തെ ദിവസം ചുമ്മാ ഇന്നത്തെ ദിവസം ഞാൻ രണ്ട് കാഷ്യൂട്ട് കൂടെ കഴിച്ചോട്ടു. അതായത് ഗ്രേപ്സ് ആൻഡ് കാഷ്യൂ നല്ല ചെത്ത് കോമ്പിനേഷൻ. എന്റെ പൊന്ന് മേസ്ത്രി, ഇനി എന്തിന് കടുവയും വേണ്ട, കുറുക്കനും വേണ്ട, ഒരു തേങ്ങയും വേണ്ട. ഇവിടെ ഉള്ള ആനയും കുരങ്ങനും ഒക്കെ വേറെ ആർക്കും വേണമെങ്കിൽ ഇവിടെ നിളക്കൊണ്ട് പോയിട്ട് കിട്ടുന്ന പൈസ ഉണ്ടെങ്കിൽ തന്നാണ്. ഓരോരുത്തരെ ഭ്രാന്തിരി ഓരോന്ന് ചെയ്തു വെച്ചിട്ട് വിളിക്കാം. ഒന്നും വേണ്ട, നിനക്കേ വൃത്തിയില്ല. നോക്ക് ഞാൻ കുറച്ചു മുമ്പേ ഞാൻ വൃത്തിയാക്കിട്ട് പോയത്. അതിന് എല്ലാം ചവറ ചാന്തന ചുമക്കണം. നീ ചായ എടുക്ക. ഓക്കെ ചായ. മോളെ അപ്പച്ചിയോട് അപ്പച്ചി അല്ല കലിപ്പില്. അതെ, അൽസൈമേഴ്സ് വന്നാൽ പോലും മറക്കാൻ പാടില്ലാത്തൊരു ദിവസം ഈ അങ്കിള് മറന്നു. ഇതാണ് എനിക്ക് പിടിക്കാത്തത്. കുറെ നേരം കൊണ്ട് ഞാൻ കേക്കടി ഇവിടെ എന്താണ് പ്രശ്നം എന്താണ്? ഓ ഒന്നും പറഞ്ഞൂടാ. അടിപ്പൊടി കൊച്ചു ഞരമ്പ നീ വരാ. ഞാൻ പോണു. അയ്യോ ഇങ്ങോട്ട് വാ. എവിടെ പോണ? പ്രായത്തിന് മൂത്തതായതുകൊണ്ട് എനിക്ക് അങ്ങനെ പറഞ്ഞിട്ട് പറയാതെ പോകാനായിട്ട് എനിക്ക് തോന്നില്ല. അതുകൊണ്ടാണ് ഞാൻ വന്നത് കേട്ടോ. എനിക്ക് നല്ല വിഷമായി. ഞാൻ പോണം ഇവിടെ. ഞാൻ രാവിലെ കാര്യം തന്നെ ഞാൻ രാവിലെ തൊട്ട് വെയിറ്റ് ചെയ്യാണ്. നിങ്ങൾ ഇപ്പൊ പറയുന്ന പറഞ്ഞ വെയിറ്റ് ചെയ്യാം. എന്തോന്നാണ് വെയിറ്റ് ചെയ്യുന്നത്? നിങ്ങൾ എന്റെ അടുത്ത് പറ, ഞാൻ പറയാം. നിങ്ങൾ ആ തിരുവാ തുറന്ന് ഇതുവരെയായിട്ട് നിങ്ങൾ മൊഴിഞ്ഞിട്ടില്ല. ഞാൻ പിന്നെ എന്തിനാണ് ഈ വീട്ടിൽ നിൽക്കുന്നത്? എനിക്ക് നല്ല വിഷമായി. അതുകൊണ്ട് ഞാൻ പോണം. ചിന്നു, ഇതൊരു നല്ല ദിവസമല്ലേ? നീ ഒരു നിസ്സാര കാര്യത്തിന് വേണ്ടി വഴക്കിട്ട് വെറുതെ. നല്ല ദിവസം എന്തോന്നാണ് എനിക്ക് മനസ്സിലാവണില്ല. അമ്മയ്ക്ക് നിസ്സാര കാര്യമായിരിക്കും, പക്ഷെ എനിക്കത് നിസ്സാര കാര്യമല്ല. അമ്മയുടെ തലമുറ പോലെയാണ് ഇപ്പത്തെ ഓരോ ആൾക്കാർ എന്തെല്ലാം ചെയ്യുന്നെന്ന് എടുത്ത് നോക്കി. എനിക്ക് നല്ല വിഷമമുണ്ട്. ഇന്നത്തെ ദിവസം അങ്ങനെ നിസ്സാരമായിട്ട് അങ്ങനെ കളയാനുള്ളതല്ല. നിന്റെ പ്രശ്നം എന്താണ്? അതെ, ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവും എന്റെ പ്രശ്നം എന്തുവാണെന്നുള്ളത്. നാളെ തൊട്ട് വിളിക്കുമല്ലോ, ചിന്നു ചായ, ചിന്നു സോപ്പ്, ചിന്നു തോർത്ത്, ചിന്നു പുറംചെറി. അത്രേ ഉള്ള ചായ സോപ്പും ചോദിക്കായിരുന്നാ മതിയാ? പ്രശ്നം തീർന്നല്ല. വേണ്ട, ഞാൻ ഇനി ചായ വേണ്ട, ഇനി നീ സോപ്പ് എടുത്തിടണേ അടുത്തോളാം. ഓ വേണ്ട, എന്നാലും ഞാൻ പോണം. ഞാൻ രവിയേട്ടന്റെ അടുത്തോട്ട് പോകും. എനിക്കിതാണ് പിടിക്കാത്ത. രവിയേട്ടന്റെ അടുത്ത് പോകണം. എന്ത് പിടിക്കാത്ത? ചൊറിഞ്ഞ് വരണല്ലോ അവിടെ. രവിയേട്ടന്റെ അടുത്ത് പോകണ്ട. നീ ഉടനെ എന്റെ ചൊറിഞ്ഞ രവിയേട്ടന്റെ അവിടെ പോകണം. ഓ ഞാൻ അവിടെ പോകും. എന്നെ നിങ്ങൾക്ക് ഇവിടെ വേണ്ടല്ലോ. എന്നെ എത്തിയെങ്കിലും വില ഉണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾ മറക്കൂലായിരുന്നല്ലോ. ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ദിവസം മറക്കൂ. പോയി എനിക്ക് സന്തോഷം സുഖമായിട്ട് ഞാൻ അവിടെ നീ പോ. ഞാൻ പറയാൻ ഇവ അങ്ങനെ ഒറ്റയ്ക്ക് സൂഹിക്കണ്ട. ഇപ്പോഴും ഓർമ്മ വരുന്നില്ലല്ലോ. ഞാൻ ഇത്ര ഇറങ്ങി പോണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഓർമ്മ പറഞ്ഞില്ലല്ലോ. ചാറ്റാടി ചാറ്റായ പോയിട്ട് ആ സന്തോഷം നോക്കാൻ മുഖത്ത്. ഞാൻ പോവാൻ കാത്തിരുന്ന പോലെ ഉണ്ട്. സൂചിച്ചോ എനിക്കെന്ത്? ഞാൻ പോവാ. അയ്യോ സുഖം തന്നെ. എത്ര സുഖമുണ്ട്? ഭയങ്കര സുഖമാണ്. ഞാൻ പോയാ ഏതാണ്ട് നല്ല സുഖമുണ്ട്. നല്ല സുഖമുണ്ടോ? എന്നാ ഞാൻ പോണില്ല.
നിങ്ങൾ അങ്ങനെ ഞാൻ പോയിട്ട് നിങ്ങൾ ഇങ്ങനെ നീ പോണില്ല? ചോദിക്കണ്ട. ആ ഞാൻ പോണില്ല. എന്നാ ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ പോട്ടെ. അയ്യോ നീ പോകാത്ത സ്ഥിതിക്ക് ഞാൻ പോയേക്കാം. ഇതല്ലേ പ്രശ്നം? നന്ദിയുണ്ട്, ഒന്ന് പോയി തന്നാണ്. ഞാൻ പോകാൻ പോണം. എന്റെ പേര് ഉത്തരങ്കോട് രാമൻ ഉണ്ണീന്നാണെങ്കിൽ ഞാൻ പറയാം, ഇന്നത്തോടെ ഞാൻ തെരുവിലിറങ്ങും. പോണതൊക്കെ കൊള്ളാം, തിരിച്ചതിനകത്ത് കയറി പോകും. കയറിയോണ്ടല്ലേ എന്നെയും കൂടെ നീ മാനം കെടുത്തിന് സത്യം സത്യം. അത് ഓർമ്മിച്ച് പോകും. പറയുന്നേ പിന്നല്ലാതെ ഈ ഉടുപ്പും ഈ നിക്കർ മാത്രമല്ല, പാൻസും മാത്രമേ ഞാൻ ഇടണുള്ളൂ. ഞാൻ പോവേ. അയ്യോ അതും കൂടെ ഒന്ന് ഒരു ഇനി എന്റെ ജീവിതം തെരുവിലേക്കാണ്. റോഡിൽ വെച്ച് അതെങ്കിൽ പിച്ചക്കാരൻ നിന്നെ കൈ കാണിച്ചിട്ട് നീ എല്ലാരും പുച്ഛിക്കണമല്ലോ, അതിനെ പുച്ഛിക്കരുത്. ചിലപ്പോ അതിലൊന്നും നിന്റെ രാമനങ്ങള്. ഒരു 50 രൂപ കൊടുത്തേക്കണേ. 100 രൂപ കൊടുക്കാം. ഞാൻ പോണ കൂടെ ഹൈഫൈ. യോ അയ്യോ യോ ഒരു മ്യൂസിക് ഇട്ട് തരട്ടെ നടന്നു പോകാനായിട്ട്. നീ എന്തിനു വന്ന ഒന്നും എടുക്കണില്ലെന്ന് പറഞ്ഞു. ചായക്കപ്പ് നമ്മുടെ ചായയൊക്കെ കുടിച്ചിട്ടാണല്ലോ പോണത്. എന്നിട്ട് ജനിച്ചതാർക്ക് വേണ്ടി അറിയില്ലല്ലോ, ജീവിച്ചതാർക്ക് വേണ്ടി അറിയില്ലല്ലോ. പോട്ടെ മാമ. ഇനി നീ ആ ബാഗ് എടുത്തോണ്ട് പോ. നീ ബാഗ് എടുത്താകത്തോണ്ട് മേൻ അതെന്തോ അവൻ പോവുന്നില്ല വരി എവിടെ പോവാൻ.